ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗം നിങ്ങളെല്ലാവരും വളരെ രസകരമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് വലിച്ചു നീട്ടാതെ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയെന്നതാണ്. അപ്പോൾ KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് ഇത് താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവളെ. ഇതിൽ ഒരു നായകൻ്റെയും നായികയുടെയും പ്രണയം രംഗങ്ങൾ അല്ലെങ്കിൽ നായകൻ്റെ കാത്തിരിപ്പിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പം നായകൻ പറയുന്നത് എന്തൊക്കെയാണ്? കാത്തിരുന്ന് കാത്തിരുന്ന് കാൽ തരിച്ചു പോയി. ഇപ്പോൾ കുറേ നേരമായിട്ട് നായകൻ നായികയെ കാത്തിരിക്കുകയാണല്ലേ. കൺമണിയെ കാണുവാനായി കൺകൊതിച്ചു പോയി. തൻ്റെ പ്രിയപ്പെട്ടവളായിട്ടുള്ള കാമുകിയെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ കൊതിക്കുകയാണ്. ഇവിടെ പദങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് അല്ലേ. കാത്തിരുന്ന് കാത്തിരുന്ന് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നേരമല്ല കാത്തിരിക്കാൻ തുടങ്ങിയത്, കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി സമയമായി. അതുകൊണ്ട് തന്നെ ആകാംക്ഷഭരിതനാണ് അദ്ദേഹം. ഇവിടെ ഈ പദങ്ങളുടെ ആവർത്തനം എന്ന് പറയുന്നത് കാമുകൻ്റെ കൃത്യമായിട്ടുള്ള മാനസികാവസ്ഥയുടെ ചിത്രീകരണം തന്നെയാണ്. ഇപ്പോൾ കൺമണിയെ കാണാൻ വേണ്ടിയിട്ട്, തൻ്റെ പ്രിയപ്പെട്ടവളായിട്ടുള്ള കാമുകിയെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഇങ്ങനെ കൊതിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആരിൽ മാത്രമാണ്? കാമുകിയിൽ മാത്രമാണല്ലേ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇങ്ങനെയുള്ള പോയിന്റ്സ് ഇതിനെ കുറച്ച് വിശദീകരിച്ച് എഴുതാം. രണ്ടാമത്തെ ചോദ്യം: താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഇതുപോലെ മനോഹരമായ പ്രയോഗങ്ങൾ ഗാനത്തിലുണ്ടല്ലോ. ഇത്തരത്തിൽ പ്രകൃതിയെയും നായികയെയും അവതരിപ്പിക്കുന്ന വർണ്ണനകളുടെ ഭംഗി കണ്ടെത്തി വിശകലനം ചെയ്യുക. അപ്പോൾ ഇതുപോലെ നായികയെ വർണ്ണിക്കുന്ന കുറേയധികം വരികൾ നമുക്കറിയാം. ഏതൊക്കെയാണ്? താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളാണ് നമ്മുടെ കാമുകി. പിന്നെന്താണ്? പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോൾ എന്ന് വെച്ചാൽ എന്താണ്? പഞ്ചവർണ്ണ പൈങ്കിളിയേക്കാളും റങ്കുള്ളവൾ, അഴകുള്ളവളാണ് എൻ്റെ കാമുകി. പിന്നെയോ പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നവളാണ്. പൂക്കളുടെ റാണിയായിട്ട് നിൽക്കുന്ന അത്രയും മനോഹരിയാണ് ആര്? നമ്മുടെ ഇതിലെ നായിക അല്ലേ. പിന്നെ കണ്ണുകളാൽ ഖൽബുകളിൽ കല്ലെറിയുന്നോളെ. കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നതാണ്. പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയിതാക്കളുടെ ഒരു പരസ്പരമുള്ള നോട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയോ അമ്പിളിമാമനേക്കാളും അല്ലെങ്കിൽ സൗന്ദര്യത്തിൽ അമ്പിളിമാമനെ അതിശയിപ്പിക്കുന്ന സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവിടുത്തെ കാമുകി. അപ്പോൾ ഇവിടെ കാമുകി എന്ന് പറയുന്നത് പ്രകൃതിയെ വെല്ലുന്ന സൗന്ദര്യത്തിന് ഉടമയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവൾ മനോഹരിയാണ്, സുന്ദരിയാണ്. കാമുകൻ്റെ കണ്ണ് കണ്ട് നോക്കുന്ന സമയത്ത് നമുക്കറിയാം പ്രണയത്തിന് കണ്ണില്ല അല്ലേ. അപ്പോൾ അവൾ ഏറ്റവും മനോഹരിയായിട്ടാണ് ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മനോഹരമായ ഒരു ഗാനം പരിചയപ്പെട്ടല്ലോ. ഗാനത്തിൻ്റെ സവിശേഷതകൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാശയത്തെ മുൻനിർത്തി ഗാനം രചിക്കുക. ഇവിടെ നിങ്ങളെ കൊണ്ടൊരു പാട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പലരും കഥ എഴുതുന്ന ആൾക്കാരുണ്ടാവും, കവിത എഴുതുന്ന ആൾക്കാരുണ്ടാവും, ഒക്കെ അറിയാം. ഒരു സിനിമാ ഗാനം അല്ലെങ്കിൽ ഒരു ഗാനം എങ്ങനെയാണ് എഴുതുന്നത് എന്നതാണ് ആദ്യം നോക്കുന്നത്. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ഗാനത്തിന് കൃത്യമായിട്ടുള്ള എന്തുണ്ടാകണം? ഒരു ആശയം ഉണ്ടായിരിക്കണം, നല്ലൊരു പ്രമേയം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഓരോ പാട്ടുകൾക്കും പല്ലവി ഉണ്ട്, അനുപല്ലവി ഉണ്ട്, ചരണമുണ്ട് അല്ലേ. അതുപോലെ കൃത്യമായിട്ടും പല്ലവി 4 വരി എഴുതുക, അനുപല്ലവി, അതുപോലെ ചരണം, അങ്ങനെ ആ രീതിയിൽ വേണം ഗാനം എഴുതാൻ. പിന്നെ മനോഹരമായിട്ടുള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഇപ്പം നമുക്കറിയാം താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. എത്ര മനോഹരമായിട്ടാണ് നായിക ഇവിടെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ കവി. അതുപോലെ തന്നെ നമ്മുടെ കവിതയും അല്ലെങ്കിൽ നമ്മുടെ ഗാനം എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള പദങ്ങൾ കൊണ്ട് സമ്പന്നമായിരിക്കണം. പിന്നെ കൃത്യമായിട്ടുള്ള താളം ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കുക, അവിടെ മാപ്പിളപ്പാട്ടിൻ്റെ ശൈലിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ, നല്ല രസകരമായിട്ട്. അതുപോലെ നമ്മുടെ പാട്ടിനും എന്തുണ്ടായിരിക്കണം? കൃത്യമായിട്ടുള്ളൊരു താളം ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനോഹരമായിട്ടുള്ള ഗാനം രചിക്കുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഭാവിയിൽ ആരൊക്കെ എന്തൊക്കെ ആയിത്തീരുന്നു ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. അടുത്ത ചോദ്യം: നാടകങ്ങളിലും സിനിമകളിലും ഗാനം അനിവാര്യമാണോ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംവാദം സംഘടിപ്പിക്കുക. എന്താണ് സംവാദം? പരസ്പരമുള്ള ചർച്ചയാണല്ലേ. അത് ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. മനോഹരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം സിനിമയിൽ എത്രത്തോളം ഗാനങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ചില ആൾക്കാർ സിനിമയ്ക്ക് പോകുന്നത് പാട്ട് കേട്ടിട്ടായിരിക്കാം അല്ലേ. ചിലപ്പോൾ പാട്ടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ സിനിമ ഹിറ്റായില്ലെങ്കിലും നമുക്ക് പാട്ട് കൊണ്ട് സിനിമ അറിയപ്പെടാം അല്ലേ. ഒരു തരത്തിൽ ഒരു സിനിമയിൽ ഗാനം ആവശ്യമില്ല. നമുക്കൊരു സംവാദം സംഘടിപ്പിക്കുന്ന സമയത്ത് ആവശ്യമാണെന്നും വരാം, ആവശ്യമില്ല എന്നതും വരാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗാനം വേണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലേ. ഇപ്പോൾ നമുക്കറിയാം ഒരു സിനിമയിലെ ഒരു ഗാനത്തിലൂടെ നമുക്ക് പല വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യം പെട്ടെന്നൊരു ഗാനത്തിൽ, ഒരു 5 മിനിറ്റിൻ്റെ ഗാനത്തിലൂടെ അവതരിപ്പിക്കാൻ പറ്റും. അതൊരു മേന്മയായിട്ട് പറയാം അല്ലേ. പിന്നെയോ സിനിമകളിൽ ചില സന്ദർഭങ്ങളിൽ ഒരുപാട് ഗാനങ്ങൾ കുത്തിക്കയറ്റിയിട്ട് ചില സമയത്ത് സിനിമകളെ അരോചകമാക്കാറുമുണ്ട്. അതൊരു ദോഷമായിട്ട് നമുക്ക് പറയാം.
പിന്നെയോ നായകൻ്റെയും നായികയുടെയൊക്കെ മാനസികാവസ്ഥ ചിത്രീകരിക്കാൻ ഗാനങ്ങൾ അനിവാര്യമാണ്. ഗാനങ്ങൾ കൊണ്ട് മാത്രം അറിയപ്പെടുന്ന സിനിമകളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഹൃദയം എന്ന് പറയുന്ന മൂവിയിൽ ഒരുപാട് ഗാനങ്ങളുണ്ട് അല്ലേ. ആ ഗാനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടിയും പക്ഷെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഇത്രയും ഗാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തോന്നിപ്പോവാന്നുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ ചില സിനിമകളിൽ പശ്ചാത്തല സംഗീതം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന സിനിമകളുണ്ട്. ഗാനമേ ഇല്ലാതെ പശ്ചാത്തല സംഗീതം മാത്രം. അങ്ങനെയുള്ള സിനിമകളും വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഗാനങ്ങൾ സിനിമയിൽ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അത് നിങ്ങൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. അടുത്തൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. മലയാളികൾ നെഞ്ചേറ്റിയ പ്രശസ്തങ്ങളായിട്ടുള്ള നാടക സിനിമാ ഗാനങ്ങൾ ശേഖരിച്ച് ക്ലാസ്സിൽ ഗാനസദസ്സ് സംഘടിപ്പിക്കുക. അവതരണത്തിൻ്റെ ഭാഗമായി ഓരോ ഗാനത്തെയും പരിചയപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ആമുഖ ഭാഷണം, പോസ്റ്റർ എന്നിവ തയ്യാറാക്കുക. അപ്പോൾ പോസ്റ്ററൊക്കെ തയ്യാറാക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. വളരെ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ ആമുഖ ഭാഷണം എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയകാല സിനിമാ ഗാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അല്ലേ, അല്ലെങ്കിൽ നാടക ഗാനങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ അവതരിപ്പിക്കണം? ആ പാട്ട് എഴുതിയ ഗാനരചയിതാവ് ആരാണ്, അതിൽ സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്, അത് പാടിയിരിക്കുന്നത് ആലാപനം ചെയ്തിരിക്കുന്നത് ആരാണ്, അത് ഏത് സിനിമയിലെ പാട്ടാണ് അല്ലെങ്കിൽ ഏത് നാടകത്തിലെ പാട്ടാണ്, ആ ഗാനത്തിൻ്റെ പ്രമേയം അല്ലെങ്കിൽ ആ ഗാനം എന്താണ്, എന്താശയമാണ് ഉൾക്കൊള്ളുന്നത്, അതിൻ്റെ ഭാഷാരീതി എങ്ങനത്തെയാണ്, അതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ സൗന്ദര്യവൽക്കരണം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ എഴുതി അവതരിപ്പിക്കുന്നതാണ് ആമുഖ ഭാഷണം എന്ന് പറയുന്നത്. ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കും അല്ലേ, അതുപോലെ തന്നെ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് പോസ്റ്റർ? ഒരു ആശയത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ചിത്രങ്ങളാണ് നമ്മൾ പോസ്റ്റർ എന്ന് പറയുന്നത് അല്ലേ. ആ പോസ്റ്റർ എങ്ങനെയുള്ളതായിരിക്കണം? ആകർഷകമായിരിക്കണം. ആശയങ്ങൾ കൃത്യമായിട്ട് കിട്ടണം. നമ്മളത് നോക്കിയാൽ തന്നെ അതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണോ അത് അത്രയും കൃത്യമായിട്ടും ആകർഷകമായിട്ടും അവതരിപ്പിക്കണം. എഴുത്തും ചിത്രങ്ങളും കൊണ്ട് സമ്പന്നമായിരിക്കണം. പെട്ടെന്ന് എന്താണ് കാഴ്ചയിൽ പെടുന്ന രൂപത്തിൽ വേണം നമ്മൾ പോസ്റ്റർ തയ്യാറാക്കാൻ. എളുപ്പത്തിൽ ആശയം മനസ്സിലാക്കുന്ന രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? പോസ്റ്റർ തയ്യാറാക്കാൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. അടുത്ത ചോദ്യം. സമ്പന്നമായ ഗാനസാഹിത്യ പാരമ്പര്യം മലയാളത്തിലുണ്ട്. കൃഷി, പ്രകൃതി, സാമൂഹിക ജീവിതം, പ്രണയം, സാമൂഹിക വിമർശനം എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് അവ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പാട്ട് വിശകലനം ചെയ്യുന്ന വീഡിയോ തയ്യാറാക്കുക. അപ്പോൾ വീഡിയോ തയ്യാറാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരിപ്പോൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. സാമൂഹിക ജീവിതം പറയുന്നുണ്ട്, പ്രണയം പറയുന്നുണ്ട്, സാമൂഹിക വിമർശനം, അങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾ എടുത്തിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാട്ടെടുത്തിട്ട് അതിനെ വിശകലനം ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വിശകലനം ചെയ്യുന്ന ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. അത് വൃത്തിയായിട്ട് വ്യക്തമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ. വളരെ സിമ്പിളാണ്. ഒറ്റയ്ക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വളരെ രസകരമായിട്ട് ഗാനം എഴുതുക, വീഡിയോ തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ വളരെ രസകരമായിട്ട് തന്നെ നിങ്ങൾ ക്ലാസ്സിൽ എഴുതി അവതരിപ്പിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ബൈ.